നമസ്കാരം. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസ ഗവേഷണ രംഗത്തെ SC/ST ഫണ്ടുകൾ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അക്കാദമിക് രംഗത്ത് പട്ടികജാതിക്കാർക്ക് നൽകിയിരുന്ന സഹായം നേർപകുതിയാക്കി. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇന്നും ജാതി വിവേചനം നിലനിൽക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാർ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മലമ്പുഴയിൽ പട്ടികജാതി പട്ടികവർഗ സംസ്ഥാനതല സംഗമം. പൊതുജനങ്ങൾക്ക് മികച്ച നിലവാരമുള്ള ചികിത്സ നൽകുക എന്നത് സർക്കാരിന്റെ നയമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. രാജ്യത്ത് കൃത്യമായ കോവിഡ് കണക്കുകൾ നൽകിയത് കേരളം മാത്രം. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം കൂടുതൽ മികവുറ്റതാക്കുമെന്നും മന്ത്രി. മുതുതല കുടുംബാരോഗ്യ കേന്ദ്രം ഇനി പുതിയ കെട്ടിടത്തിൽ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ കാഷ്വാലിറ്റി ആൻഡ് OP കെട്ടിടം നാടിന് സമർപ്പിച്ചു. കെട്ടിടം നിർമ്മിച്ചത് 11.36 കോടി രൂപ ചിലവിൽ. കുന്നംകുളത്ത് ബസ്സിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ട് പോലീസ്. പീഡനം നടന്നത് ഇക്കഴിഞ്ഞ ഏപ്രിൽ 30-ന്. പ്രതിയെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതം. മണ്ണൂരിലെ റബ്ബർ കടയിൽ നിന്ന് റബ്ബർ മോഷ്ടിച്ച പട്ടാളക്കാരൻ അറസ്റ്റിൽ. മങ്കര പോലീസിന്റെ പിടിയിലായത് കേരളശ്ശേരി വടശ്ശേരി സ്വദേശി അരുൺ. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ജലവിതരണ പൈപ്പ് തകർന്ന് റോഡ് പിളർന്നു. തകർച്ച ഉറുവടി സെന്ററിനു സമീപം. തകർന്നത് 105 കോടി രൂപ ചിലവിൽ നവീകരിച്ച പാത. നിർമ്മാണവേളയിൽ പാതയ്ക്കടിയിലെ പൈപ്പ് ലൈൻ വശങ്ങളിലേക്ക് മാറ്റണമെന്ന ആവശ്യം അധികൃതർ നിരാകരിച്ചത് പല ഭാഗങ്ങളിലും ഇത്തരം തകർച്ചയ്ക്കു കാരണമാകുമെന്ന് ആശങ്ക. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രം റോഡിൽ വൻ ഗർത്തം. അപകട ഭീഷണിയായ ഗർത്തം. ഭക്തജനങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ നിത്യേന യാത്ര ചെയ്യുന്ന വഴിയിൽ. കോട്ടായി പൂടൂർ റൂട്ടിൽ പുതിയ വൈദ്യുതി കാലുകൾ സ്ഥാപിക്കാനെടുത്ത കുഴികൾ മൂടാത്തത് അപകടക്കെണിയാകുന്നു. അയ്യംകുളത്ത് കുഴിയിൽ വീണ് ബൈക്ക് യാത്രികനെ ഗുരുതരമായി പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസ ഗവേഷണ രംഗത്തെ SC/ST ഫണ്ടുകൾ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അക്കാദമിക് രംഗത്ത് പട്ടികജാതിക്കാർക്ക് നൽകിയിരുന്ന സഹായം നേർപകുതിയാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പാലക്കാട് മലമ്പുഴയിൽ സർക്കാർ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പട്ടികജാതി പട്ടികവർഗ സംസ്ഥാനതല സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനം തുടങ്ങിവെച്ച പല പദ്ധതികളും പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഘട്ടമാണ്. ഇതിൽ ഒരു പ്രത്യേകത LDF സർക്കാരിനുണ്ടായത് തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയുടെ ഭാഗമായി ജനങ്ങളുടെ മുന്നിൽ നൽകിയ വാഗ്ദാനം അതെത്ര കണ്ട് നടപ്പാക്കുന്നുണ്ട് എന്നത് ഓരോ വർഷവും ജനങ്ങളെ അറിയിക്കുന്നുണ്ടായിരുന്നു. പാർലമെന്റ് ജനാധിപത്യം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്തൊരിടത്തും അത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നുണ്ടായിരുന്നു. രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്നും ജാതി വിവേചനം നിലനിൽക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്, വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള തദ്ദേശീയ വിഭാഗത്തിലുള്ള ജനങ്ങളെ ഉൾക്കൊള്ളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ മുഖ്യമന്ത്രിയോട് നേരിട്ട് അവതരിപ്പിക്കാനുള്ള അവസരം നൽകുകയായിരുന്നു സംഗമത്തിൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ 9 വർഷമായി തദ്ദേശീയ വിഭാഗങ്ങൾക്ക് വേണ്ടി സർക്കാർ ചെയ്ത വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ പ്രദർശനവുമുണ്ടായി. വിവിധ വകുപ്പുകളിലെ മന്ത്രിമാർ, MP-മാർ, MLA-മാർ, ത്രിതല പഞ്ചായത്ത് അധ്യക്ഷന്മാർ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പൊതുജനങ്ങൾക്ക് മികച്ച ചികിത്സാ സൗകര്യമൊരുക്കുക എന്നത് സർക്കാരിന്റെ നയമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മുതുതല കുടുംബാരോഗ്യ കേന്ദ്രം കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ 1600 കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകാൻ ഇതിനകം കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. രാജ്യത്തെ കോവിഡ് കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ കേരളമാണ് കൃത്യമായ കണക്കുകൾ നൽകിയത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ ചില മാധ്യമങ്ങൾ തയ്യാറായില്ലെന്നും മന്ത്രി സൂചിപ്പിച്ചു. പുതിയ പട്ടാമ്പി താലൂക്ക് ഗവൺമെൻറ് ആശുപത്രി കെട്ടിടം തുടങ്ങാനുള്ള നടപടികൾ വേഗത്തിലാക്കും. കൂടാതെ ഡയാലിസിസ് സെൻ്ററിൻ്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കാൻ നടപടി സ്വീകരിച്ചു വരുന്നതായും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഗുണനിലവാരമുള്ള ചികിത്സ മാനദണ്ഡപ്രകാരം എല്ലാവർക്കും പ്രാപ്യമാക്കുക എന്നുള്ളത്.
ആ നയം രോഗത്തിന്റെ മുന്നിൽ ഒരാൾ നിസ്സഹായരായി പോകരുത് എന്നുള്ളത്. എനിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ എൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം എനിക്ക് മികച്ച ചികിത്സ കിട്ടാതെ പോകരുത് എന്നുള്ളതാണ്. ആ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആർദ്രം മിഷൻ ആവിഷ്കരിച്ചത് 9 വർഷങ്ങൾക്ക് മുൻപ് 2014. പണ്ട് സർക്കാർ ആശുപത്രികളുടെ ഒരു സ്ഥിതി, ഒരു ചിത്രം നമ്മുടെ മുന്നിൽ മനസ്സിലേക്ക് വരും. എങ്ങനെയാണ്? വെളിച്ചമില്ലാത്ത കോറിഡോറുകൾ, വൃത്തിയില്ലാത്ത മുറികൾ, ഒരു സൗകര്യവുമില്ല, നമുക്ക് ചികിത്സ കിട്ടിയാലായി കിട്ടിയില്ലേലായി, ഇങ്ങനെ ഒരു സ്ഥിതിയിൽ നിന്ന് ഇന്ന് സംസ്ഥാനത്തെ ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള എല്ലായിടത്തും കാതലായിട്ടുള്ള മാറ്റങ്ങളുണ്ടായി. കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ ഭാർഗവി പെരുമ്പ്രനേശ്യരെ മന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. മുതുതല പഞ്ചായത്ത് നിവാസികളുടെ ചിരകാല സ്വപ്നമായ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ സ്വന്തം കെട്ടിടം സർക്കാരിൻ്റെ 2 കോടി രൂപയും മുതുതല ഗ്രാമപഞ്ചായത്തിൻ്റെ 23 ലക്ഷം രൂപയും ആരോഗ്യവകുപ്പിൻ്റെ 16 ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളോടുകൂടി 2 നില കെട്ടിടത്തിലാണ് ഇനി കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം. ഉദ്ഘാടന ചടങ്ങിൽ മുഹമ്മദ് മോഹസിൻ MLA അധ്യക്ഷത വഹിച്ചു. വിഷ്ണു ജയപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, DMO ഡോക്ടർ KR വിദ്യ, ജനപ്രതിനിധികളായ ഗീതാ മണികണ്ഠൻ, C മുകേഷ്, AN നീരജ്, കമ്മുകുട്ടി ഇടത്തോൾ, ഷൈമ, PM ഉഷ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ A അഷ്റഫ്, കൊപ്പം CHC സൂപ്രണ്ട് ഡോക്ടർ ആശ ജലാൽ, മുൻ പ്രസിഡന്റ് CM നീലകണ്ഠൻ, കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ വേണുഗോപാൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി സ്വാഗതവും CP സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു. കുടുംബശ്രീ പ്രവർത്തകരുടെ കലാപരിപാടികളും ഘോഷയാത്രയും ഉദ്ഘാടന ചടങ്ങിന് മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ പുതിയ കാഷ്വാലിറ്റി ആൻഡ് OP കെട്ടിടം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. 11,36 ലക്ഷം രൂപ ചിലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ K പ്രേംകുമാർ MLA അധ്യക്ഷത വഹിച്ചു. P മമ്മിക്കുട്ടി MLA, നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി, മെഡിക്കൽ ഓഫീസർ വിദ്യ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളത്ത് ബസ്സിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ട് പോലീസ്. കുട്ടിയുടെ ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് പ്രതിക്കായി അന്വേഷണം ശക്തമാക്കി. കഴിഞ്ഞ ഏപ്രിൽ 30-നാണ് കേസിനാസ്പദമായ സംഭവം. ഉച്ചയ്ക്ക് 1 മണിയോടെ ചാലിശ്ശേരിയിൽ നിന്ന് കുന്നംകുളത്തേക്ക് വരികയായിരുന്ന ബസ്സിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ പ്രതി ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു. തുടർന്ന് ബസ് നിർത്തിയതോടെ പ്രതി ഇറങ്ങിപ്പോയി. സംഭവം കുട്ടി ബന്ധുക്കളെ അറിയിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ബസ്സുകളിലെ ഉൾപ്പെടെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ കുന്നംകുളം പോലീസിന് ലഭിച്ചു. തുടർന്നാണ് കേസെടുത്ത് പോലീസ് പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂരിലെ റബ്ബർ കടയിൽ നിന്നും റബ്ബർ മോഷ്ടിച്ച പട്ടാളക്കാരൻ അറസ്റ്റിൽ. കേരളശ്ശേരി വടശ്ശേരി വരാക്കോട് സ്വദേശി 30 വയസ്സുള്ള അരുണിനെയാണ് മങ്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. മണ്ണൂർ കമ്പനിപ്പടിയിൽ വേങ്ങശ്ശേരി സ്വദേശി ഹരീഷ് നടത്തുന്ന റബ്ബർ കടയിൽ നിന്നാണ് കടയുടെ പൂട്ട് തകർത്ത് മോഷണം നടത്തിയത്. 500 കിലോ റബ്ബർ ഷീറ്റ്, 10 കിലോ അടയ്ക്ക, 10 കിലോ കുരുമുളക് എന്നിവയാണ് മോഷ്ടിക്കപ്പെട്ടത്. ഹരീഷ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മങ്കര പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. കടയിലെ CCTV പരിശോധനയിലാണ് പ്രതിയെ പിടികൂടാനായത്. രാവിലെ കാറുമായി പ്രതി ഹരീഷിൻ്റെ കടയിൽ റബ്ബർ വിൽപ്പനയ്ക്കായി എത്തിയിരുന്നു. ഇവിടെ വിറ്റഴിച്ച റബ്ബർ മറ്റൊരാളിൽ നിന്നും മോഷ്ടിച്ച റബ്ബറുകളായിരുന്നെന്നും പോലീസ് കണ്ടെത്തി. അവധി കഴിഞ്ഞ് അരുണാചൽ പ്രദേശിലെ പട്ടാള ക്യാമ്പിലേക്ക് മടങ്ങാനിരിക്കുമ്പോഴാണ് ഇയാൾ പിടിയിലാകുന്നത്. മങ്കര പോലീസ് ഇൻസ്പെക്ടർ A പ്രതാപ്, SI ഉദയകുമാർ, ASI മണികണ്ഠൻ, CPOമാരായ അജിൽ, ബിജു, ഹോംഗാർഡ് രാകേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ജലവിതരണ പൈപ്പ് പൊട്ടി റോഡ് പിളർന്നു. ഉതുവടി സെന്ററിനു സമീപമാണ് റോഡ് തകർന്നത്. സംസ്ഥാന പാതയുടെ അടിയിലുള്ള ജലവിതരണ പൈപ്പാണ് തകർന്നത്. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ഉതുവടി സെന്ററിന് സമീപമായിരുന്നു സംഭവം. ശക്തിയായി പുറത്തേക്കൊഴുകുന്ന വെള്ളം സമീപത്തെ വീടുകളിലേക്കും കയറുന്നുണ്ട്. 105 കോടി രൂപ ചെലവിൽ പുനർനിർമ്മിച്ച സംസ്ഥാന പാതയുടെ അടിയിലുള്ള പൈപ്പാണ് തകർന്നിരിക്കുന്നത്. നിർമ്മാണ സമയത്ത് തന്നെ റോഡിന് നടുവിലൂടെ പൈപ്പ് നിലനിർത്തുന്നതിൽ ജനങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇത് തള്ളിക്കളഞ്ഞാണ് നിർമ്മാണം നടത്തിയത്. റോഡിന് നടുവിൽ പൈപ്പ് തകർന്നതിനെ തുടർന്ന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുന്ന നിലയാണ്.
ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. കോട്ടായി പൂടൂർ റോട്ടിൽ പുതിയ പോസ്റ്റുകൾ സ്ഥാപിക്കാനായി വൈദ്യുതി വകുപ്പ് സ്ഥാപിച്ച കുഴികളിൽ യാത്രക്കാരെ വീഴ്ത്തുന്നു. കഴിഞ്ഞ ദിവസം അയ്യംകുളത്ത് നിർമ്മിച്ച കുഴിയിൽ ഇരുചക്രവാഹനം വീണ് യാത്രക്കാരന് സാരമായി പരിക്കേറ്റിരുന്നു. ഏറെ നാളായിട്ടും കുഴി മൂടാതെ അലക്ഷ്യമായി ഉപേക്ഷിച്ച അധികൃതരുടെ നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധമുയരുന്നു. കോട്ടായി പൂടൂർ റൂട്ടിൽ അയ്യംകുളം മുതൽ വാവുള്ളിയാൽ വരെയാണ് പാതയോരത്ത് വലിയ കുഴികൾ നിർമ്മിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അയ്യംകുളത്ത് നിർമ്മിച്ച കുഴിയിൽ ഇരുചക്രവാഹനം വീണ് യാത്രക്കാരന് സാരമായി പരിക്കേറ്റിരുന്നു. പാതയോരത്ത് കുഴികൾ സ്ഥാപിച്ച് ദിവസങ്ങളായിട്ടും കുഴി മൂടാത്തത് സംബന്ധിച്ച് കോട്ടായിയിലെ വൈദ്യുതി ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ കുഴി സ്ഥാപിച്ചത് മണിയമ്പാറ സബ്സ്റ്റേഷന് കീഴിലാണെന്നും അവർക്കാണ് കുഴി മൂടാനുള്ള ചുമതലയെന്നും കോട്ടായിക്കാർ പറഞ്ഞു. ഏറെ ദിവസങ്ങളായിട്ടും പാതയോരത്തെ കുഴി മൂടാതെ അലക്ഷ്യമായി ഉപേക്ഷിച്ച അധികൃതരുടെ നടപടിയിൽ വ്യാപകമായ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഒല്ലൂരിൽ നിയന്ത്രണം വിട്ട KSRTC ബസ് കടയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പത്തനംതിട്ടയിലേക്ക് പോവുകയായിരുന്ന ബസ് എതിർദിശയിൽ വന്ന മറ്റൊരു KSRTC ലോ ഫ്ലോർ ബസ്സിൽ തട്ടിയതാണ് അപകടത്തിന് ഇടയാക്കിയത്. ബസ് ഇടിച്ചു കയറി 2 കടകൾ തകർന്നു. പുലർച്ചെയോടെയാണ് അപകടം നടന്നത്. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടതിൽ ജനങ്ങൾ ആശങ്കയിൽ. അടിയന്തരമായി ഗർത്തം അടയ്ക്കുന്നതിനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പാങ്ങാവ് ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു. ആളുകൾ ആശങ്കയിലാണ്. നിരവധി ഭക്തർ ദിനംപ്രതി ക്ഷേത്രത്തിലേക്ക് തൊഴാനായി എത്തുന്നത് ഈ റോഡിലൂടെയാണ്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഭാരതപ്പുഴയിലേക്ക് ഈ വഴിയാണ് ആളുകൾ കുളിക്കാൻ പോകാറുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഗർത്തം രൂപപ്പെട്ടത്. ആദ്യം ചെറിയ രൂപത്തിൽ കണ്ട ഗർത്തം പിന്നീട് വലുതാവുകയായിരുന്നു. തുടർന്ന് ക്ഷേത്ര ഭാരവാഹികൾ ഗർത്തത്തിന് സമീപം മരത്തിൻ്റെ ഡെസ്ക് വച്ചിരിക്കുകയാണ്. ഈ വഴിക്ക് തന്നെയാണ് മറ്റു വാഹനങ്ങളും പോകുന്നത്. അടിയന്തരമായി ഗർത്തം ശരിയാക്കണമെന്ന് ക്ഷേത്ര ഭാരവാഹി സുരേഷ് കുമാർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ നമ്മൾ മിനിങ്ങാന്ന് രാവിലെ വന്ന് നോക്കിയപ്പോൾ ചെറിയൊരു കുഴിയായിട്ട് കണ്ട്, പിന്നെ അത് വലിയൊരു ഗർത്തമായിട്ട് രൂപപ്പെടുകയുണ്ടായത്. അപ്പോൾ നമ്മളിവിടെ രാവിലെയും വൈകുന്നേരം ഒരുപാട് ഭക്തർ തൊഴുകാൻ വേണ്ടി വരുന്നവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ ഈ കുഴി അടച്ച് കഴിയുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിലും ആളുകൾ വേഗം നടപടി സ്വീകരിക്കണമെന്ന്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. VK ശ്രീകണ്ഠൻ MPയുടെ 2023-24 വർഷത്തെ MP LADS ഫണ്ട് വിനിയോഗിച്ച് കിണാവലൂർ കിഴക്കേക്കര സെൻറ്ററിൽ നിർമ്മിച്ച LED മിനി മാസ്റ്റർ ലൈറ്റ് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ആനന്ദ് ജി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ചെമ്പകവല്ലി, പ്രീത, ശിവദാസ്, ഹരീഷ്, ഗുരുവായൂരപ്പൻ, ഉമ്മർ അലി, KS രാധാകൃഷ്ണൻ, VC അനിൽകുമാർ, VC മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. മങ്കരയിൽ ഭിന്നശേഷി കുട്ടികൾക്കായുള്ള തെറാപ്പി സെന്ററിന്റെ പ്രവർത്തനം തുടങ്ങി. മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. പണം വെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിന്നപ്പോൾ ഒരു ദിവസം അജയെ വിളിച്ചിട്ട് ഞാൻ ഈ വിവരം പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ അപ്പൊ തന്നെ എന്നോട് പറഞ്ഞത്, മാഷ് തൽക്കാലം ഇപ്പൊ ആരോടും പറയണ്ട, ഞാനിതൊന്ന് ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരാഴ്ച കൊണ്ട്, അതാണ് വ്യത്യാസം, ഒരാഴ്ച കൊണ്ട് നമുക്ക് ജില്ലയിൽ നിന്നുള്ള കടലാസ് വാങ്ങി കൃത്യമായിട്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അജിത്ത് സമ്മതം തരികയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തെ ഈ പരിപാടി വെച്ചതും അജിത്തിന്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ് എന്നതുകൊണ്ട് 100 തിരക്കിന്റെ ഇടയിലാണ് നിൽക്കുന്നത്. അതാണ് ഇപ്പൊ ഞങ്ങൾ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. മൂപ്പർക്ക് പോകണം, എനിക്കറിയാം, പരിപാടികളുണ്ട്. പക്ഷെ അജി ഇവിടെ വരണം എന്ന് പറഞ്ഞത് കാരണം നമുക്ക് ഈ സെന്റർ നടത്തി കൊണ്ടുപോകുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഇതിൽ രാഷ്ട്രീയമില്ല. പഞ്ചായത്തിൽ അധികാരത്തിൽ എത്തുന്ന പാർട്ടിയുടെ എല്ലാ പ്രതിനിധികളുടെയും ഓരോ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ഈ കമ്മിറ്റിയിൽ ഉണ്ടാവും. പഞ്ചായത്ത് പ്രസിഡന്റ്, ചെയർമാൻ, സെക്രട്ടറി, കൺവീനർ, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ആള്, ഒരംഗം, ഡോക്ടർമാര്, ഇങ്ങനെ വരുന്ന ഒരു കമ്മിറ്റിയാണ്. പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്കായി മങ്കരയിൽ തെറാപ്പി സെന്റർ പ്രവർത്തനം തുടങ്ങി. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷ കേരള, മങ്കര പഞ്ചായത്ത് സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഭിന്നശേഷിക്കാരനായ മരണപ്പെട്ട ഗോകുലിന്റെ നാമധേയത്തിലാണ് തെറാപ്പി സെന്റർ ഇവിടെ തുടങ്ങിയത്. മങ്കര പരിശ്ശേരി സ്വദേശിയും ഭിന്നശേഷിക്കാരനുമായ ഗോകുലൻ, പിതാവ് ഗുരുവായൂരപ്പൻ, മാതാവ് പുഷ്പ എന്നിവർ മരണപ്പെട്ടതോടെ ഇവർ താമസിച്ചിരുന്ന വീട് അനാഥമായി. ഇതേ തുടർന്നാണ് ഗോകുലിന്റെ ഓർമ്മയ്ക്കായി വീട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തെറാപ്പി സെന്ററാക്കാൻ നടപടിയായത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മല്ലിക അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാമചന്ദ്രൻ, EP സുരേഷ്, പറളി BPC അജിത്, ജില്ലാ പഞ്ചായത്ത് സീനിയർ സൂപ്രണ്ട് കൊച്ചുനാരായണി, BRC ട്രെയിനർ നാഗരാജ്, തെറാപ്പിസ്റ്റ് കൊച്ചുമോൻ, പഞ്ചായത്ത് അംഗങ്ങളായ KB വിനോദ് കുമാർ, രതീഷ് കുമാർ, അനിത, C വിനയൻ, ശങ്കരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ CDS പഞ്ചായത്ത് തല വാർഷിക ആഘോഷം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനിമോൾ ഉദ്ഘാടനം ചെയ്തു. മാറ്റങ്ങൾ കൊണ്ട് എന്താണ് സമൂഹത്തിനകത്ത് തടഞ്ഞിരിക്കാൻ സ്ത്രീകൾക്ക് സാധിച്ചത് എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി നമുക്ക് പറയാൻ പറ്റുന്നു, സ്ത്രീയെ
കേവലം വീടിനകത്തെ 4 ചുമരുകൾക്കകത്ത് തളച്ചിടപ്പെടേണ്ടവരല്ല എന്നും മറിച്ച് ഈ പൊതുസമൂഹത്തിനകത്ത് നമുക്ക് സംവദിക്കാൻ, മനുഷ്യരോട് സംസാരിക്കാൻ, സാമൂഹ്യ കാര്യങ്ങളിൽ ഇടപെടാൻ, കുട്ടികളുടെ വിദ്യാഭ്യാസം, സമൂഹത്തിന്റെ പൊതുആരോഗ്യം, സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള പൊതുവികസന പ്രവർത്തനങ്ങൾ ഇതൊക്കെ തന്നെ നോക്കി കണ്ട് ബോധ്യപ്പെട്ട് ഈ സമൂഹത്തിനകത്ത് എല്ലാ മനുഷ്യരെ പോലെയും ജീവിക്കാൻ അവകാശമുള്ളവരാണ് കേരളത്തിലെ സ്ത്രീകൾ എന്നുള്ളത് കൃത്യമായ ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി പഠിപ്പിച്ചു തന്ന നാടിന്റെ പേര് കൂടിയാണ് കേരളം. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി വി.യു. അബ്ദുസമീം റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഒ.വി. സ്വാമിനാഥൻ, ബ്ലോക്ക് അംഗം പി.എസ്. അബ്ദുൽ മുത്തലി, എം. ഉണ്ണികൃഷ്ണൻ, പി.സി. സുമ, ജയശ്രീ, ഹുസൈൻ ഷഫീഖ്, വി.എം. അൻവർ സാദിഖ്, വി. സരിത എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC പരീക്ഷയിൽ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. CDS ചെയർപേഴ്സൺ CR ലാസ്യ സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ സീനത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികളുമുണ്ടായിരുന്നു. രാവിലെ റാലിയും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചർക്ക അസറ്റ് ഫോർ ഹ്യൂമൺ എന്ന സന്നദ്ധ സംഘടന നിർധനരായ രോഗികളെ സഹായിക്കുന്നതിനായി ഓങ്ങല്ലൂർ സെന്ററിൽ സംഘടിപ്പിച്ച ചായ മക്കാനി വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി. ചികിത്സാ സഹായത്തിനുള്ള അപേക്ഷകളിന്മേൽ സഹായമെത്തിക്കാനുള്ള ധനശേഖരണാർത്ഥമാണ് ചായ മക്കാനി എന്ന പരിപാടി സംഘടിപ്പിച്ചത്. പട്ടാമ്പി നിയോജകമണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ചർക്കയിലേക്ക് ലഭിച്ച നിർധനരും നിരാലംബരുമായ നിത്യരോഗികളുടെ ചികിത്സാ സഹായത്തിനുള്ള അപേക്ഷകളിന്മേൽ സഹായമെത്തിക്കാനുള്ള ധനശേഖരണാർത്ഥമാണ് ഒന്നിപ്പ് എന്ന പേരിൽ ഓങ്ങല്ലൂർ സെൻറ്ററിൽ ചായയും നന്മയുടെ ചേർന്നിരിപ്പും എന്ന പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകളെ പങ്കാളിത്തവും നാട്ടിലെ കലാകാരന്മാരും പാട്ടുകാരുമെല്ലാം അണിചേർന്ന് പരിപാടിക്ക് കൊഴുപ്പേകി. ചായയും ലഘുപലഹാരവും കഴിച്ചവരും പരിപാടി വീക്ഷിക്കാനെത്തിയവരും കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ സഹായവുമായി കൂടെ ചേർന്നപ്പോൾ 1,02,200 രൂപയാണ് സംഭാവനയായി ലഭിച്ചത്. ഈ തുക വളരെ പെട്ടെന്ന് തന്നെ ഏറ്റവും അർഹരായ ആളുകളിലേക്ക് എത്തിക്കുമെന്ന് ചർക്ക ചെയർമാൻ റിയാസ് മുക്കോളി പറഞ്ഞു. പരിപാടിയിൽ PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കമ്മുകുട്ടിയിടത്തോൾ, TY ശിഹാബുദ്ദീൻ, അസീസ് പട്ടാമ്പി, KR നാരായണസ്വാമി, R രാമദാസ് മാസ്റ്റർ, ഇസ്മായിൽ വിളയൂർ, ഗീതാ മണികണ്ഠൻ, റഷീദ് കൈപ്പുറം, ജിതേഷ് മോഴിക്കുന്നം, EP യൂസഫ്, P രൂപേഷ്, ജയശങ്കർ കൊട്ടാരത്തിൽ, സലീം കല്ലാടിപ്പറ്റ, ഷാഫി മരുദൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചെറുതുരുത്തി പള്ളം പൈതങ്ങളുടെ ആണ്ടുനേർച്ച വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ജാതിമത ഭേദമന്യേ നൂറുകണക്കിന് ആളുകൾ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. രാവിലെ 7 മണിക്ക് മക്കാം മുസ്ലിയാർ കൈത്തക്കര മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ സിയാറത്ത് കർമ്മത്തിന് നേതൃത്വം നൽകി. തുടർന്ന് 8 മണിക്ക് ശിഹാബുദ്ദീൻ തങ്ങൾ കൊടി ഉയർത്തൽ കർമ്മം നിർവഹിച്ചു. തുടർന്ന് നടന്ന മൗലിദ് പാരായണം അബൂബക്കർ സഖാഫി, അഷ്റഫ് ഫൈസി എന്നിവർ നേതൃത്വം നൽകി. പറഞ്ഞാൽ ഇക്രാറ് ചെയ്തുകൊണ്ട് ഒപ്പിച്ചുകൊണ്ട് ഈ മാർഗത്തിന് പങ്കെടുക്കരുത് എന്ന് നിർബന്ധിക്കുന്ന സ്വഭാവം ഇസ്ലാമിൽ 2 മാർഗം കാണിച്ചു. 2ന്റെയും ഗുണങ്ങളും അതിൻ്റെ അന്തിമ ഫലങ്ങളും കാണിച്ചു. ഏതൊരു വിഷയത്തിനും മാർഗം കൊണ്ട് ലക്ഷ്യമുണ്ട്. മതപ്രസംഗത്തിന് മഹല്ലെ ഖാളി PV മൊയ്തീൻകുട്ടി മുസ്ലിയാർ താഴപ്പറ നേതൃത്വം വഹിച്ചു. മഹാ അന്നദാനത്തിൽ ജാതിമത ഭേദമന്യേ നിരവധി ആളുകൾ പങ്കെടുത്തു. സയ്യിദ് ഖലീലുർ റഹ്മാൻ അഷ്റഫ് തങ്ങൾ അന്നദാനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന റാത്ത് ബോർഡ് കൂടി പരിപാടികൾക്ക് സമാപനം കുറിക്കുമെന്ന് ERM പ്രസിഡന്റ് ഹംസ ഹാജി പള്ളത്ത്, സെക്രട്ടറി KM സലീം, ട്രഷറർ KH ഉസ്മാൻ, മറ്റു ഭാരവാഹികൾ എന്നിവർ പറഞ്ഞു. അതിനോടുകൂടി യാർത്തെങ്കിൽ വന്നു ശബ്ദം ഓടിക്കൊണ്ടിരിക്കുന്നു. അതിനോടുകൂടി പിന്നെ മൗലിദ് പാരായണം നടന്നു. അതിനോടുകൂടി ഇൻഷാ അല്ലാഹ് അന്നദാനം ഇൻഷാ അല്ലാഹ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു.
ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കൊടുക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അള്ളാഹുത്തെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഏതാനും ആളുകളെല്ലാം ഇതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി സഹകരിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രശസ്ത ചെണ്ട കലാകാരനും സദനം കഥകളി അക്കാദമി പ്രിൻസിപ്പളുമായ സദനം ഗോപാലകൃഷ്ണനെ ജന്മനാട് ആദരിച്ചു. സമാദരണ സമ്മേളനം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. സദനം ഗോപാലകൃഷ്ണന്റെ ശിഷ്യന്മാരും കലാപ്രേമികളും നാട്ടുകാരും ചേർന്നാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. കുറച്ചുകൂടി കൂടുതൽ പഠിക്കാനുള്ള സൗകര്യം കിട്ടി. ആ ഗോപാലനാണ് ഇന്ന് ഇവിടെ ആദരിക്കപ്പെടുന്നത്. ഈ സ്ഥാപനത്തിൽ തന്നെ പഠിച്ച് വലുതായി ഈ സ്ഥാപനത്തിൽ തന്നെ സേവനം അനുഷ്ഠിച്ച് ഇപ്പോൾ പ്രിൻസിപ്പൽ തസ്തികയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടില്ല എന്നാണ് ഹെഡ്മാർ പറഞ്ഞത്. എങ്കിലും ഇവിടെ തന്നെ സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ആദരവ് ഡോക്ടർ സദനം ഹരികുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സദനം ഗോപാലകൃഷ്ണനെ സുവർണഹാരം, പുഷ്പഹാരം, മംഗളപത്രം, അംഗവസ്ത്രം എന്നിവ നൽകി ആദരിച്ചു. സദനം വാസുദേവൻ കീർത്തിഫലകവും അപ്പക്കുട്ടൻ സ്വരളയ ശിരോലങ്കാര സമർപ്പണവും നടത്തി. മണ്ണൂർ രാജകുമാരനുണ്ണി, അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA, സദനം ബാലകൃഷ്ണൻ, കല്ലൂർ രാമൻകുട്ടി മാരാർ, ഡോക്ടർ PK മാധവൻ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ വെള്ളിഞ്ഞഴി അച്യുതൻകുട്ടി, കല്ലുവഴി വാസു, കലാമണ്ഡലം ശിവദാസ്, സദനം ശ്യാമളൻ, ഹരിനാരായണൻ, ജ്യോതിഷ് ബാബു, വാർഡംഗം മോനിഷ, ഹരീഷ് മാരാർ, ദേവദാസ്, ശിവദാസ്, കോട്ടയ്ക്കൽ പ്രസാദ്, രവി, കലാനിലയം ജനാർദ്ദനൻ, സദനം അജിത് പ്രസാദ്, KB രാജാനന്ദ്, സദനം രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സദനം ഗോപാലകൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. വെള്ളിഞ്ഞഴി ആനന്ദ് സ്വാഗതവും സദനം ജിതിൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ദക്ഷയാഗം കഥകളിയുണ്ടായിരുന്നു. രാവിലെ കൊട്ടിയറയിക്കൽ, സംഗീത സമന്വയം, കുടുക്കവീണ കച്ചേരി, മോഹിനിയാട്ടം, വൈകിട്ട് ഇടയ്ക്ക വിസ്മയം, ഗുരുവന്ദനം എന്നിവയുമുണ്ടായി. ഉച്ചയ്ക്ക് സദ്യയുമൊരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ ഷൊർണൂർ ബ്രാഞ്ച് കമ്മിറ്റി യാത്രയയപ്പ് സമ്മേളനം നടത്തി. വിരമിച്ച നേതാക്കളെയും പ്രവർത്തകരെയും മറ്റ് ജീവനക്കാരെയും സ്നേഹോപഹാരം നൽകി ആദരിച്ചു. DRU പാലക്കാട് ഡിവിഷൻ സെക്രട്ടറി V. സുജിത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ ബ്രാഞ്ച് പ്രസിഡന്റ് T. രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ റെയിൽവേ ആശുപത്രിയിൽ നിന്ന് ഓഫീസ് സൂപ്രണ്ടായി വിരമിച്ച PB അനിൽകുമാർ, നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ കൊമേഴ്സ്യൽ സൂപ്രണ്ടായിരുന്ന TK മുഹമ്മദ് അയ്യൂബ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിരമിച്ച മറ്റ് പ്രവർത്തകരെയും ജീവനക്കാരെയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. അവസ്ഥയിലേക്ക് കാലഘട്ടം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ സഹപ്രവർത്തകരൊക്കെ തന്നെ ഇത്രയും കാലം DRU ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഇതിൻ്റെ ഭാരവാഹികളായിരുന്നവർ അവർ ഒരുപാട് ത്യാഗങ്ങളും സമരങ്ങളിലും അവർ നേതൃത്വ പാദവും കൊണ്ട് ഈ മേഖലയിൽ സംഘടനയെ നയിച്ചവരാണ്. ഓരോരുത്തരെ കുറിച്ചും വ്യക്തിപരമായിട്ട് പ്രതിപാദിക്കുക എന്നുള്ളതിൽ അർത്ഥമില്ല. വയലാട്ടനെ സംബന്ധിച്ചിടത്തോളം സ്വാഗത പ്രസംഗം പറഞ്ഞു. അയൽക്ക ഞാൻ 2005 സർവീസിൽ കയറുമ്പോൾ തിരൂർ വന്ന് ജോയിൻ ചെയ്ത സമയത്ത് അന്ന് യൂണിയൻ്റെ തിരൂർ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു അയ്യൂക്ക. DRU ഡിവിഷൻ പ്രസിഡന്റ് P. രഘുനാഥൻ, AILRSA ഡിവിഷൻ വർക്കിംഗ് പ്രസിഡന്റ് KK കേശവൻ, മുൻ DRU നേതാക്കളായ KA രാജൻ, MK രാമചന്ദ്രൻ, K. മുഹമ്മദ് അലി, DRPU ഡിവിഷൻ സെക്രട്ടറി R. മണി എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായി വലിയമ്മക്കാവിന് ഇറാം ഗ്രൂപ്പിന്റെ ഉപഹാരമായി പ്രവേശന കവാടം ഒരുക്കി. കവാട സമർപ്പണം PP സുമോദ് MLA നിർവഹിച്ചു. കോട്ടായി വലിയമ്മക്കാവിലേക്കുള്ള മനോഹരമായ പ്രവേശന കവാടമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇറാം ഗ്രൂപ്പിന്റെ ഉപഹാരം വലിയമ്മക്കാവിലേക്ക് എളുപ്പമാർഗമായി. പഞ്ചായത്തിന്റെ ഫണ്ട് ചെലവഴിച്ച പുതിയ റോഡ് നിർമ്മിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് കോട്ടായി കാളികാവ് മങ്കര പ്രധാനപാതയിൽ ചെറുകുളത്ത് വലിയമ്മക്കാവ് റോഡ് തിരിയുന്ന ഭാഗത്ത് ഇറാം ഗ്രൂപ്പ് പുതിയ കവാടം നിർമ്മിച്ചു നൽകിയത്. ഇവിടെ ഇറാം ഗ്രൂപ്പ് നിർമ്മിച്ചു നൽകി. സാമൂഹ്യ പ്രതിബദ്ധത എന്ന രൂപത്തിൽ ഈ റോഡിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കവാടം എന്ന നിലയിലേക്കുള്ള ഏറ്റവും മനോഹരമായ ഗേറ്റ് തന്നെ ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ 30 ലക്ഷം രൂപയുടെ റോഡുണ്ട്. അതോടൊപ്പം തന്നെ ഇനി കുറച്ചുകൂടി നമുക്ക് ബാക്കിയാക്കേണ്ടതുണ്ട്. നിലവിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് കൂടി വേണം എന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഇത് നേരത്തെ ആവാനുള്ള കാരണം 9:15 കൂടി മുഖ്യമന്ത്രി പാലക്കാട് മുൻ MLA ഗോപിനാഥിൻ്റെ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിൽ വരുമെന്നതുകൊണ്ടാണ് നേരത്തെ ചടങ്ങാക്കിയത്. മറ്റു പ്രയാസങ്ങൾ തോന്നരുത്. അതുകൊണ്ട് തീർച്ചയായും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷ നിമിഷമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, ഇറാം ഗ്രൂപ്പ് പ്രതിനിധി സൈനുദ്ദീൻ പത്രിപ്പാല, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. മധുരപലഹാര വിതരണവും നടത്തി.
ന്യൂസ് ബ്യൂറോ, കോട്ടായി. മാറ്റുലി. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ MP BJPയിലേക്കുള്ള പാതയിലാണെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. വിദേശ പ്രതിനിധി സംഘം വിവാദം കൂടിയായതോടെ ഇത് സംബന്ധിച്ച ചർച്ചകൾ സജീവമായിരിക്കുന്നു. തരൂർ കോൺഗ്രസ് വിടുമോ? മാറ്റുലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. ശശി തരൂർ BJPയിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം ഏറ്റവും കഴിവുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശശി തരൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിരന്തരമായി ശശി തരൂരിനെ അവഗണിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് പറഞ്ഞയക്കുന്ന രീതിയാണ് കോൺഗ്രസിൻ്റെ. യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതാക്കൾ BJPയുടെ ഒരു B ടീമായി പ്രവർത്തിക്കുന്ന BJPക്ക് വേണ്ടി കോൺഗ്രസ് നേതാക്കന്മാർ നിലകൊള്ളുന്ന ഒരു സാഹചര്യത്തിൽ ശശി തരൂർ BJPയിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിരന്തരമായ അവഗണന അദ്ദേഹം സഹിച്ചുകൊണ്ട് നിൽക്കുമെന്ന് തോന്നുന്നില്ല. കാരണം കോൺഗ്രസ് നേതാക്കൾക്ക് BJP വളർത്താനാണ് രാജ്യത്ത് താല്പര്യം. ശ്രീ ശശി തരൂർ MP അദ്ദേഹം തുടർച്ചയായി 3 തവണ തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റ് അംഗമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ UPA സർക്കാരിൽ അദ്ദേഹം വിദേശകാര്യ സഹമന്ത്രിയായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച ചുരുക്കം ചില ഇന്ത്യക്കാരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം നല്ലൊരു വാഗ്മിയും നല്ലൊരു എഴുത്തുകാരനും സർവോപരി ദേശീയ വിഷയങ്ങളെക്കുറിച്ച് നന്നായി പഠിച്ച നല്ലൊരു രാഷ്ട്രീയക്കാരനുമാണ്. എന്നിരിക്കെ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എങ്കിലും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ വേണ്ട പോലെ ഉപയോഗിക്കാൻ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അത് ഒരു കീഴ്വഴക്കമായി തന്നെ നമുക്ക് കാണാം. കാരണം എല്ലാ കാലങ്ങളിലും കഴിവുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ കോൺഗ്രസിൽ വെട്ടിനിരത്താനും കോൺഗ്രസിൽ ഒതുക്കപ്പെടാനുമുള്ള ഒരു വലിയൊരു കോക്കസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുത തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ സംസാരവും അദ്ദേഹത്തിൻ്റെ ആ ഇന്നത്തെ ഒരു രാഷ്ട്രീയ ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസ് വിടുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ കോൺഗ്രസിൽ നിന്നല്ല രാഷ്ട്രീയ പാർട്ടികളിൽ, ജനാധിപത്യ മതേതരത്വ രാഷ്ട്രീയ പാർട്ടികളിൽ നിലനിൽക്കണമെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാഭ്യാസ ഗവേഷണ രംഗത്തെ SC/ST ഫണ്ടുകൾ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അക്കാദമിക് രംഗത്ത് പട്ടികജാതിക്കാർക്ക് നൽകിയിരുന്ന സഹായം നേർപകുതിയാക്കി. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇന്നും ജാതി വിവേചനം നിലനിൽക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാർ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മലമ്പുഴയിൽ പട്ടികജാതി പട്ടികവർഗ സംസ്ഥാനതല സംഗമം. പൊതുജനങ്ങൾക്ക് മികച്ച നിലവാരമുള്ള ചികിത്സ നൽകുക എന്നത് സർക്കാരിന്റെ നയമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. രാജ്യത്ത് കൃത്യമായ കോവിഡ് കണക്കുകൾ നൽകിയത് കേരളം മാത്രം. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം കൂടുതൽ മികവുറ്റതാക്കുമെന്നും മന്ത്രി. മുതുതല കുടുംബാരോഗ്യ കേന്ദ്രം ഇനി പുതിയ കെട്ടിടത്തിൽ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ കാഷ്വാലിറ്റി ആൻഡ് OP കെട്ടിടം നാടിന് സമർപ്പിച്ചു. കെട്ടിടം നിർമ്മിച്ചത് 11.36 കോടി രൂപ ചിലവിൽ. കുന്നംകുളത്ത് ബസ്സിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ട് പോലീസ്. പീഡനം നടന്നത് ഇക്കഴിഞ്ഞ ഏപ്രിൽ 30-ന്. പ്രതിയെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതം. മണ്ണൂരിലെ റബ്ബർ കടയിൽ നിന്ന് റബ്ബർ മോഷ്ടിച്ച പട്ടാളക്കാരൻ അറസ്റ്റിൽ. മങ്കര പോലീസിന്റെ പിടിയിലായത് കേരളശ്ശേരി വടശ്ശേരി സ്വദേശി അരുൺ. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ജലവിതരണ പൈപ്പ് തകർന്ന് റോഡ് പിളർന്നു. തകർച്ച ഉറുവടി സെന്ററിനു സമീപം. തകർന്നത് 105 കോടി രൂപ ചിലവിൽ നവീകരിച്ച പാത. നിർമ്മാണവേളയിൽ പാതയ്ക്കടിയിലെ പൈപ്പ് ലൈൻ വശങ്ങളിലേക്ക് മാറ്റണമെന്ന ആവശ്യം അധികൃതർ നിരാകരിച്ചത് പല ഭാഗങ്ങളിലും ഇത്തരം തകർച്ചയ്ക്കു കാരണമാകുമെന്ന് ആശങ്ക. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രം റോഡിൽ വൻ ഗർത്തം. അപകട ഭീഷണിയായ ഗർത്തം. ഭക്തജനങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ നിത്യേന യാത്ര ചെയ്യുന്ന വഴിയിൽ. കോട്ടായി പൂടൂർ റൂട്ടിൽ പുതിയ വൈദ്യുതി കാലുകൾ സ്ഥാപിക്കാനെടുത്ത കുഴികൾ മൂടാത്തത് അപകടക്കെണിയാകുന്നു. അയ്യംകുളത്ത് കുഴിയിൽ വീണ് ബൈക്ക് യാത്രികനെ ഗുരുതരമായി പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.